1961 വനനിയമം ഭേദഗതി ചെയ്യാനുള്ള തീരുമാനം തൽക്കാലം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ഇടതു സർക്കാരിന് അഭിവാദ്യങ്ങൾ. ഉത്തരവുകൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നത് ഇടതു സർക്കാരിൻ്റെ പതിവ് ശൈലിയാണ്. കർഷകരുടെ ഭൂമി ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ട് വനവിജ്ഞാപനം ഇറക്കിയ ശേഷം പ്രതിഷേധം കനക്കുമ്പോൾ മരവിപ്പിക്കുന്ന പതിവ് ശൈലി അങ്ങ് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഇല്ല എങ്കിൽ കേരളത്തിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്കുള്ള ഇടതുപക്ഷ യാത്രയ്ക്ക് ദൈർഘ്യം കുറയുക തന്നെ ചെയ്യും. ഈ ചെപ്പടി വിദ്യ കൊണ്ടൊന്നും ഇടതുപക്ഷം ഇനി രക്ഷപ്പെടാൻ സാധ്യത ഇല്ല. ഇടതുപക്ഷത്തിൻ്റെ കേരളത്തിൽ നിന്നും പശ്ചിമ ബംഗാളിലേക്കും ത്രിപുരയിലേക്കുമുള്ള ദൂരം കൂട്ടണമെങ്കിൽ കാർബൺ ഫണ്ടും വാങ്ങിക്കൊണ്ടുള്ള കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടുള്ള വനവൽക്കരണ പരിപാടികൾ പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ഇടതുപക്ഷം ജനങ്ങൾക്കൊപ്പമെന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാക്കുകയും വേണം. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇപ്പോൾ ചേക്കേറിയിട്ടുള്ള ഇടതുപക്ഷ അന്തകരായ UNDP പ്രതിനിധികളെയും കാർബൺ ഫണ്ടിൻ്റെ ദല്ലാളന്മാരായ ചുമ്മാരുകുടിമാരെയും കേസില്ല വക്കീലന്മാരെയും പടിയടച്ച് പിണ്ടം വയ്ക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷം ഉടൻ ബംഗാളിലേക്കോ ത്രിപുരയിലേക്കോ ഓടിപ്പോകേണ്ടി വരും തീർച്ച. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഒരു വിഷയം രണ്ടാമതും അവതരിപ്പിക്കുന്നതിൽ ആവർത്തന വിരസത പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. മറയൂരിലെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട നേരിൻ്റെ കഴിഞ്ഞ അധ്യായം സംപ്രേഷണം ചെയ്തതിനു ശേഷം നിരവധി പേർ ഫോണിലൂടെയും അല്ലാതെയും അഭിപ്രായം പറയുകയുണ്ടായി. വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്ന പ്രധാന പരാതി വിഷയത്തിൽ വനം വകുപ്പിനെ കേട്ടില്ല എന്നതായിരുന്നു. ആദ്യ അധ്യായത്തിൽ വനം വകുപ്പിൻ്റെ അഭിപ്രായം മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല. അവരുടെ പ്രതികരണം തേടിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. അതോടൊപ്പം പ്രദേശവാസികളും രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുണ്ട്, ഞങ്ങൾക്ക് കൂടുതൽ വെളിപ്പെടുത്താനുണ്ട് എന്ന ആവശ്യം ഉന്നയിച്ചതിനാൽ കഴിയുന്നത്ര ആളുകളെ കേൾക്കാൻ ഈ അധ്യായത്തിൽ ശ്രമിക്കുകയാണ്. നേരിലേക്ക് സ്വാഗതം. നേരെ മറയൂരിലേക്ക്. മറയൂരിലെ ചന്ദനക്കടത്ത് അല്ലെങ്കിൽ വനം കൊള്ള തടയുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റാണിത്. ഇതുപോലെ ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ് പോലെ തന്നെ ഇതുപോലെ പ്രവർത്തിക്കുന്ന അന്തർ സംസ്ഥാന പാതയിൽ മറയൂരിന് താഴ്വശം ചിന്നാർ മേഖലയിലും ഒരു ചെക്ക് പോസ്റ്റ് ഇതുപോലെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റേ കാന്തല്ലൂർ മേഖലയിലും ഇതുപോലെ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം തന്നെ 24 മണിക്കൂറും ഈ ചെക്ക് പോസ്റ്റിലെല്ലാം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ട്. എന്നാൽ ഈ ചെക്ക് പോസ്റ്റുകളിൽ ഈ ചന്ദനക്കടത്ത് അല്ലെങ്കിൽ മറയൂരിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ചന്ദനമരങ്ങളൊന്നും തന്നെ ചെക്ക് പോസ്റ്റുകളിൽ പിടിക്കപ്പെടുന്നില്ല. ഈ മോഷ്ടിക്കപ്പെടുന്ന ചന്ദനം ആസൂത്രിതമായി മറ്റേതെങ്കിലും ഊടുവഴികളിലൂടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കടത്തുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ ചന്ദനം ഈ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റുകളിൽ നിതാന്ത ജാഗ്രത ഉള്ളതുകൊണ്ട് തന്നെ ചന്ദനക്കടത്തുകാർ മറ്റു വഴികൾ തേടുന്നതാണ് പതിവ്. എന്തായാലും എല്ലായിടത്തും തന്നെ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ യാതൊരു കുറവും മറയൂർ ചന്ദന ഡിവിഷനിൽ ഇല്ല. മാത്രമല്ല മറ്റു കുറവുകൾ അല്ലെങ്കിൽ ആയുധമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാർത്താവിനിമയ സൗകര്യങ്ങളുടെ കുറവൊന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കില്ല. കാര്യക്ഷമമായി ജോലി ചെയ്താൽ യഥാർത്ഥ കള്ളന്മാരെ പിടികൂടാനും ആവും എന്ന വസ്തുതയാണ് ഈ മറയൂരിൽ ഇപ്പോൾ ആനുകാലികമായി നടന്ന ചന്ദനക്കൊള്ളയുടെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറയൂർ ചന്ദന റിസർവിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടുന്ന വേലികൾ തീർത്ത് ഇങ്ങനെ മറയൂർ സാൻട്രൽ റിസർവിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ വേലികൾ തീർത്തിട്ടുണ്ട്. ഇത് ഈ വാച്ചേഴ്സിൻ്റെ കാവൽപ്പുരകളാണ്. ഇത്തരം കാവൽപ്പുരകൾ ഏകദേശം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും അല്ലെങ്കിൽ വനത്തിൻ്റെ ഏകദേശം ഒരു 100
മീറ്റർ ചുറ്റളവിൽ ഇതുപോലെ വാച്ചർമാരുടെ താവളങ്ങളുണ്ട്. ഇത് 24 മണിക്കൂറും ഈ വാച്ചർമാർ ഇവിടെ നിരീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വാച്ചർമാരെ കാണാനില്ല. ഇതിലെല്ലാത്തിനും 1-2 വാച്ചർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ 200 മീറ്റർ അകലത്തിൽ ഇത്തരത്തിൽ വാച്ച് ടവറുകൾ അല്ലെങ്കിൽ ഈ വനംവകുപ്പ് ജീവനക്കാരുടെ നിതാന്ത ജാഗ്രത ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നിതാന്ത ജാഗ്രത പുലർത്തുന്ന ഈ പ്രദേശത്ത് നിന്നാണ് ഈ ചന്ദനമരങ്ങളെല്ലാം മോഷ്ടിക്കപ്പെട്ടുള്ളത്. ഉൾവനത്തിൽ നിന്നും ഇപ്പോൾ ചന്ദനം മോഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അവിടെ നിരീക്ഷണത്തിൻ്റെ കുറവാണ് അല്ലെങ്കിൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ കൺവെട്ടത്ത് നിന്നും ചന്ദനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു. റോഡരികിലോട് ചേർന്ന് നിന്ന പ്രദേശങ്ങളിൽ ചന്ദനം മോഷ്ടിക്കപ്പെടുന്നു. ഇവിടെയാണ് നാട്ടുകാർ ദുരൂഹത ആരോപിക്കുന്നത്. ജീവനക്കാരുടെ മേൽ ജീവനക്കാരിൽ ചിലരെങ്കിലും ഇതിന് പങ്കാളികളാണെന്ന ആ വസ്തുതയിലേക്ക് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നു. ഇതിന് ഉത്തരം നൽകേണ്ടത് വനംവകുപ്പ് തന്നെയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ മറയൂരിലെ ചന്ദന മോഷണ കേസുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളുടെ വിശദീകരണമാണ് ഉണ്ടായിരുന്നത്. ആ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തതിന് പിന്നാലെ 3 തരത്തിലുള്ള ആവശ്യങ്ങളും കമൻറ്റുകളുമാണ് ഉണ്ടായത്. ഒന്ന്, ഈ പ്രശ്നത്തിൽ വനം വകുപ്പിൻ്റെ വിശദീകരണം തേടിയില്ല എന്ന ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതി വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരിൽ നിന്നും അവിടുത്തെ ജീവനക്കാരിൽ നിന്നും ഉണ്ടായി. മറ്റൊരു വിഷയം, മറയൂരിലെ ചന്ദന മോഷണവും മറയൂരിലെ ചന്ദനക്കാട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും പൊതുപ്രവർത്തകരിൽ നിന്നുണ്ടായ ചില അഭ്യർത്ഥനകളും നേരിട്ട് വീണ്ടും മറയൂരിലേക്ക് വരാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. മൂന്നാമതൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ഈ കഴിഞ്ഞ അധ്യായം സംപ്രേഷണം ചെയ്തതിന് ശേഷം ഈ മറയൂരിലെ ചന്ദനക്കാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സംരക്ഷണത്തിലുണ്ടായ വീഴ്ചകൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിലാണ് എന്നുള്ള ഒരു ആക്ഷേപം പല കോണുകളിൽ നിന്നുമുണ്ടായി. മറയൂരിലെ ചന്ദനം അല്ലെങ്കിൽ മറയൂരിലെ ചന്ദനക്കാടുകൾ അല്ലെങ്കിൽ മറയൂരിലെ വനം സമ്പൂർണ്ണമായി 100% സംരക്ഷിക്കപ്പെടണം എന്ന അഭിപ്രായമാണ് നമുക്കുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ആദ്യം നമ്മൾ പ്രതികരണം തേടാൻ ഉദ്ദേശിക്കുന്നത് വനം വകുപ്പിൻ്റെ തന്നെയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ദിവസം വനം വകുപ്പിൻ്റെ അഭിപ്രായം തേടുന്നതിനും വനം വകുപ്പ് ഈ കാര്യത്തിലുള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിൻ്റെ വിശദീകരണം തേടുകയാണ് മുഖ്യമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളും പൊതുപ്രവർത്തകരുടെ അഭിപ്രായങ്ങളും തേടാൻ ഈ അധ്യായം ഉദ്ദേശിക്കുന്നു. വനം വകുപ്പിൻ്റെ ആവശ്യം പരിഗണിച്ച് ആദ്യം അവരുടെ വിശദീകരണം തേടാനാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ എത്തിയത്. കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നതിനാൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചതിനാൽ നിർഭാഗ്യവശാൽ വനം വകുപ്പിൻ്റെ പ്രതികരണം ഇല്ലാതെ ഈ അധ്യായം വീണ്ടും സംപ്രേഷണം ചെയ്യപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. എന്നാൽ വനം വകുപ്പിൻ്റേതായ ചില വിശദീകരണങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാം. പ്രതികളെ മർദ്ദിച്ചിട്ടില്ല. ചന്ദനമോഷ്ടാക്കളെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളെ പിടികൂടുന്നതിന് മുമ്പ് 1 മാസത്തോളം ഇവരെ നിരീക്ഷിച്ച് വരികയായിരുന്നു. ചന്ദനമോഷണ കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പ്രതികളിൽ 2 പേർ കാപ്പ കേസ് ചുമത്തപ്പെട്ട് മുൻപ് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവർ എന്നതാണ്. പ്രതികളുടെ ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് വനം വകുപ്പിന് ഇവരെ സംശയത്തിൻ്റെ പേരിൽ പിടികൂടി മർദ്ദനോപാധികളാക്കി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരാൾ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടു എന്നതുകൊണ്ട് അയാൾ ചന്ദനം മോഷ്ടിച്ചു എന്ന് വിലയിരുത്തുന്നത് ശരിയാണോ? 2014 DK വാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ ചരിത്രപ്രസിദ്ധമായ സുപ്രീം കോടതി നിർദ്ദേശങ്ങളുടെ പരസ്യമായ ലംഘനമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിലും കസ്റ്റഡിയിൽ വയ്ക്കുന്നതിലും സംഭവിച്ചിട്ടുള്ളത്. പ്രതികളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ പ്രതികളെ വിലങ്ങു വയ്ക്കുന്നത് പോലും കോടതി വിലക്കുമ്പോഴാണ് വനം വകുപ്പിന്റെ ലോക്കപ്പിൽ
പ്രതികൾ അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയായി എന്ന ആരോപണം വെളിപ്പെടുത്തൽ ഉയരുന്നത്. പ്രതികൾക്കും ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താണ് ലോക്കപ്പിൽ സംഭവിച്ചത് എന്നത് കേസിലെ പ്രതികൾക്ക് കൂടുതൽ പറയാനുള്ള അവസരം നൽകുകയാണ്. എന്താണ് സത്യം എന്നത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, ചിന്തിക്കട്ടെ. അഭിപ്രായങ്ങൾ എഴുതാം, പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കാം. പിന്നെ 4-ാം തീയതി കസ്റ്റഡി എടുത്തു. ദേവളം കോടതിയായിട്ട് പുള്ളി മജിസ്ട്രേറ്റ് കൊടുത്തുവിട്ടിട്ട് മറ്റേ കുറേ ഫോറസ്റ്റുകാരും 2 ജീപ്പുമായിട്ട്, ഒരു കൂർക്ക ജീപ്പും മറ്റേ നോർമൽ ഒരു കട്ട്സ് ജീപ്പുമായി ഫോറസ്റ്റുകാർ വന്നിട്ട് ഇനി കസ്റ്റഡി എടുത്തു. 4-ാം തീയതി എന്നെയും രാജേഷിനെയും ശിവായിനെയും ശരത്തിനെയും കസ്റ്റഡി എടുത്തിട്ട് ലോക്കപ്പത്തിൽ പുള്ളി വെള്ളം ഒളിച്ച് ചാക്ക് കൊണ്ട് ഇനി തുടക്കാൻ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെയൊക്കെ ചെയ്തിട്ട് പുള്ളി ലാക്കപ്പിൽ വെച്ച് കുണിച്ചിർത്തി പുള്ളി ഞങ്ങൾ 3 പേരും ഇടിക്കുമായിരുന്നു. ഈ 3 ദിവസത്തേക്ക് വെച്ച് ഇടിച്ചിട്ട് പുള്ളി ഓരോ ദിവസം വരുന്നുണ്ട്. പുള്ളി മത്തി വയ്ക്കുന്നുണ്ട്. വേറെ ലഹരി ഉപയോഗിച്ചിട്ട് പുള്ളി വന്നിട്ട് റോമത്തെ പിടിച്ച് മുളക് പൊടി തേക്കുകയും കണ്ണിൽ തേക്കുകയും പുള്ളി അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരുന്നു. പിന്നെ പുള്ളി പറഞ്ഞു കുറ്റം സമ്മതിക്കുകയും നിങ്ങളാണ് ചെയ്തതിന് സമ്മതിക്കുകയും അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾ ചെയ്ത കുറ്റത്തിന് ഇനി സാറേ കുറ്റം സമ്മതിക്കുന്നത്. ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഈ 24 ദിവസമായിട്ട് ഈ മറയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ പേരിൽ ഒട്ടും കേസ് പോലില്ല, സ്റ്റേഷനിൽ പോലും കേസ് പോലില്ല സാറേ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നിങ്ങളുടെ മറ്റേ കേസല്ലല്ലോ, ഇപ്പോൾ ഞാൻ കേസ് കൊണ്ടുവരാം സ്റ്റേഷനിലോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പുള്ളി. ഏറ്റവും ഒരു ദിവസം അയ്യൂബിനെ ഒരു പുള്ളിയും കസ്റ്റഡിയിൽ നിന്ന് പുള്ളിയെ വിളിച്ചു. പിന്നെ ആ പുള്ളി വന്നപ്പോൾ തന്നെ 3 പേരെ വെച്ച് ഇടിയായിരുന്നു, 4 പേരെ വെച്ച്. അപ്പോൾ ഞങ്ങൾ 5 ദിവസം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഒരു ദിവസമല്ല 2 ദിവസമല്ല 5 ദിവസം കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞിട്ട് പുള്ളി രാത്രി വരുന്നുണ്ട്. രാത്രി പുള്ളി 12 മണിക്ക് 1 മണിക്ക് വരും പുള്ളി. വന്നിട്ട് DFO സാറും റേഞ്ചർ സാറും വരും. റേഞ്ചർ സാർ വരുമ്പോഴത്തേക്കും പുള്ളി 2 പേരും നല്ല വെള്ളത്തിൽ വരും. വെള്ളത്തിൽ ഏതായാലും ലഹരി കേസുണ്ട്, അത് അറിയത്തില്ല. പുള്ളി വന്നിട്ട് റേഞ്ചർ സാർ പിടിച്ചു കൊടുക്കും. ഞങ്ങളെ പിടിച്ചു കൊടുത്തിട്ട് DFO സാറ് കുടിച്ച് ഈ നടുവെല്ലിലും ഈ റോമത്തിലും പിടിച്ച് പുള്ളി വലിക്കും. പുള്ളി വലിച്ചിട്ട് പിന്നെ മുളക് പൊടി തേക്കുകയും പുള്ളി അങ്ങനെയൊക്കെ ചെയ്യും. ചെയ്തിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ സെല്ലിൽ കുറേ ലേഡി കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. ഒരു ചേച്ചിയും വേറെ 2 CP സാറും വേറെ ഒരു സാറും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എനിക്ക് ഷഡ്ഡിയൊക്കെ ഊരി ഇതിനെ ഒട്ടും ഡ്രസ്സില്ലാതെ പുള്ളി ഇരുത്തി. അപ്പം തന്നെ അകത്തിരുന്ന ലേഡിയൊക്കെ പുറത്ത് ഓടിയപ്പം തന്നെ പുള്ളി വന്നിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടെ സാധനത്തിൽ മുളക് പൊടി തേച്ചിട്ട് പുറയിൽ മുളക് പിടിച്ചിട്ട് കണ്ണിലൊക്കെ തേച്ചപ്പോൾ തന്നെ സിബു സാറിന് ഒരു സാറും ഉണ്ടായിരുന്നു. സാറും ഉണ്ടായപ്പോൾ തന്നെ ആ സാറ് പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ടായിരുന്നു, ഒത്തിരി തന്നെ കരഞ്ഞുകൊണ്ടായിരുന്നു സാറേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് എരിയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ മുളക് പൊടിയും കിണ്ണത്തിൽ മുളക് പൊടിയും മറ്റേ കാന്താരി അറിയാമല്ലോ സാറേ, ആ കാന്താരി എന്നീ സാറും അതും മിക്സ് ആക്കിയിട്ട് പുള്ളി തേച്ച് വിട്ടു. അപ്പോൾ തന്നെ ഒത്തിരി തന്നെ കരഞ്ഞായിരുന്നു. അപ്പോൾ ആ സാറ് കണ്ണിലും റോമത്തിനും ഇവിടെ തലയും പുറയിലും തേച്ച് വിട്ടു. പുള്ളി തേച്ച് വിട്ടാൽ ഞാൻ ഒത്തിരി നേരം കരഞ്ഞുകൊണ്ടായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് കന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ആ സാറ് ഓടി വന്നിട്ട് സെല്ല് തുറന്നു വിട്ടു. അത് ഞാൻ ഒരു ബക്കറ്റിലും വെള്ളത്തിലും മൂഞ്ഞിനും ഇങ്ങനെയൊക്കെ വെച്ച് കുറേ നേരം ഇരുന്നായിരുന്നു. എന്നിട്ട് തിരിച്ച് ഇതിനെ എടാ കഴിഞ്ഞോടാന്ന് ചോദിച്ചിട്ട് തിരിച്ചും പുള്ളി അവിടെ കയറ്റി. നിനക്ക് ഇത്രയും ചെയ്തിട്ട് നിനക്ക് കുറ്റം സമ്മതിക്കുന്നില്ലെന്ന് പുള്ളി പറഞ്ഞു. സാറേ ഞാൻ എന്തിനാ സാറേ സമ്മതിക്കുന്നത്, ഒരു കുറ്റം ചെയ്തില്ല സാറേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി തിരിച്ച് കയറുവായിരുന്നു സെല്ലിനകത്തേക്ക്. കയറിയിട്ട് പുള്ളി വയറ്റിലും ഈ കസാരയൊക്കെ വെച്ച് ഈ വിറലിലേക്ക് വെച്ച് പുള്ളി നെക്കി വിടുന്നുണ്ടായിരുന്നു. കസാര വെച്ച് പുള്ളി കയറി ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കാലിൽ പുള്ളി ഇരിക്കുന്നുണ്ട്. ആ കസാര മറ്റേ റൗണ്ടാക്കി ഉണ്ടാക്കില്ല സാറേ, അതിൽ വെച്ച് പുള്ളി കയറി കാലിൽ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി ഈ വയറ്റിലും നടുവിലും പുള്ളി ഇവിടെയും കുത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നുണ്ട് ഇവിടെയൊക്കെ കുത്തിയാൽ നിങ്ങൾ കോടതി കാണാൻ പറ്റത്തില്ല. പുള്ളി ഇതിൽ വെക്കുന്നുണ്ട്. പുള്ളി വെച്ചിട്ട് പുള്ളി കയറി ഇരിക്കുന്നുണ്ട്. അതിൽ കയറി ഇരുന്നിട്ട് സാറ് വേദനിക്കുന്നത് പുള്ളി വേദനിക്കട്ടടാ, കുറ്റം സമ്മതിക്കും, നിന്നെ വിട്ടേക്കാം, വെറുതെ വിട്ടേക്കാം ഈ കേസിലേ അങ്ങനെയൊക്കെ പുള്ളി പറയുന്നുണ്ട്. ആ രാജേഷിനും സെല്ലിനകത്തേക്ക് പുറത്ത് ഈ കാലൊക്കെ 2 സാറും കയറ്റി വെച്ചിട്ട് ഒരു പുള്ളി എൻ്റെ കാലിൽ മേലിൽ കയറിയിരുന്നായിരുന്നു. ചൂറിൽ കൊണ്ട് അടിക്കുമായിരുന്നു. പിന്നെ ഈ വിരലിലൊക്കെ ചൂറിൽ വെച്ച് ഇങ്ങനെയൊക്കെ വെച്ച് പുള്ളി ചെയ്യുമായിരുന്നു. ഈ 22-23 തീയതി ഡേറ്റിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. ഞാൻ വെളുപ്പിന് 5:30 ആയി കാണും. 5:30യോടെയാണ് ഒരു സംശയമുണ്ട്, സംശയത്തിൻ്റെ പേരിലാണ് കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്ന് 3 ദിവസം കസ്റ്റഡിയിൽ വെച്ച്, കസ്റ്റഡിയല്ല അറസ്റ്റ് ചെയ്തതിൻ്റെ പേര് 3 ദിവസം അവിടെ വെച്ച് ഇടിക്കുമായിരുന്നു. ഈ മറ്റേ വിരലിൻ്റെ ഇടയിൽ കമ്പൊക്കെ ഇട്ട് ഞെരിക്കുന്നതും അങ്ങനെയൊക്കെ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ രാത്രി 12:00യോടാണ് DFO എന്ന് പറഞ്ഞ സാറ് വരുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ശേഷം മർദ്ദിക്കാൻ തുടങ്ങുന്നത്. ക്രൂരമായിട്ടും മർദ്ദിക്കാൻ തന്നെ രോമത്തിൽ പിടിച്ച് വലിക്കുകയും സ്വകാര്യ ഭാഗത്തുള്ള രോമത്തിൽ പിടിച്ച് വലിക്കുകയും
കുനിച്ചിരുത്തി ഇടിക്കുകയും വയറ്റത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്യുന്നു. 3 പേരെ മാറി മാറിയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്യും. ഒന്ന് വീണ്ടും മദ്യപിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, പിന്നെയും വീണ്ടും ഒന്ന് ഇടിക്കുക. അങ്ങനെ തന്നെ വെളുപ്പിന് 3:30 വരെ ഇടിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് റിമാൻഡ് ചെയ്യുന്നത്. കൊണ്ടുപോയി റിമാൻഡെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 5 ദിവസം കസ്റ്റഡി മേടിച്ചായിരുന്നു. കസ്റ്റഡി മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഈ സെല്ലിൻ്റെ അത് വെള്ളം കോരി ഒഴിക്കുകയും രാത്രി അവിടെ തന്നെ തുണിയില്ലാതെ നിർത്തുകയും ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ 4 ദിവസം അതേപോലെ ക്രൂരമായിട്ട് മർദ്ദിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ കൊണ്ടുപോകുന്നത്. കുമ്മിട്ടാങ്കുഴി എന്ന് പറഞ്ഞ സ്ഥലം തൊട്ട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ ഒരു 2 ഗൺമാനും ഒരു 50-60 ഫോറസ്റ്റുകാരും കാണും. എന്നെ 2 കയ്യിലും വിലങ്ങിടിയിച്ച് അവരെ ഓരോ കയ്യിൽ വിലങ്ങിടിയിച്ച് നടത്തിക്കുമായിരുന്നു. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ അതുപോലെ ക്രൂരമായിട്ടൊക്കെ മർദ്ദിച്ചായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ അവിടെ കോടതിയിൽ റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് കോഴിപ്പണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മരം പോകുന്നത്. ആ മരവും ഞങ്ങളുടെ പേരിൽ തന്നെയാണ് ആ മരം പോയെന്നും പറഞ്ഞ് കേസ് എഴുതിയേക്കുന്നത്. പക്ഷെ അതൊന്നും ഞങ്ങളാരും എടുത്തിട്ടില്ല. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല. എനിക്കിതുവരെ ഒരു പെറ്റി കേസ് പോലും ഇല്ല. ഇങ്ങനെയുള്ള ഞാനിങ്ങനെ ഈ ചന്ദനം മോഷ്ടിച്ചെന്നും പറഞ്ഞാണ് ക്രൂരമായിട്ട് ഇതുപോലെ മർദ്ദിച്ചിരുന്നത്. സ്വകാര്യ ഭാഗത്തുനിന്ന് പിടിച്ച് രോമത്തിൽ പിടിച്ച് വലിച്ച് പൊക്കുകയും കുനിച്ചിരുത്തി ഇടിക്കുകയും കൈയുടെ അതിൻ്റെ അകത്ത് കൂടി വിരലിട്ട് പിടിക്കുകയും ഇങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്. അത് മുളക് തേക്കാൻ വന്നപ്പോൾ ഞാൻ കൈ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷൂവിനിട്ട് ചവിട്ടുമായിരുന്നു 4-5 ഫോറസ്റ്റുകാർ. ഷൂ ഇട്ടേച്ച്. പേരെനിക്ക് അറിയത്തില്ല. DFIയുടെ നേതൃത്വത്തിലാണ്. DFIയുടെ കയ്യാണ് ഞാൻ കയറി പിടിച്ചത്. അപ്പോഴാണ് കൂടെ നിൽക്കുന്ന ഫോറസ്റ്റുകാരും കൂടി 4-5 പേര് കൂടി വന്ന് ചവിട്ടുന്നത്, അടിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മളെ മിത്തിര സൈഡിൽ ചേർത്ത് ഇരുത്തി വെച്ചേച്ചും കാലിലൊരാൾ കയറി ഇരിക്കുക, ലാത്തിയും ചൂരിലും കൊണ്ടൊക്കെ അടിക്കുന്നു. അത് കാലിൻ്റെ വിരലിൻ്റെ മേളിൽ കസാര വെച്ചിട്ട് അതിൻ്റെ മേളിൽ കയറി ഇരിക്കുകയോ ചെയ്യുന്നത്. അന്നേരം നമ്മൾ കാല് വലിക്കാതിരിക്കാനായിട്ട് വേറൊരു സാധനം ഒന്ന് പിടിച്ചു കൊടുക്കുകയും ചെയ്യും. ഞങ്ങൾ മർദ്ദിച്ചെന്ന് പറയുമോ, ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയെന്ന് ഞങ്ങൾ മർദ്ദിച്ചെന്ന് എന്തെങ്കിലും പറയുവാണെങ്കിൽ പിന്നെ ലോക്കപ്പിൽ കൊണ്ടുവന്ന് പിന്നെ ഇടിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്കും ഞങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞിരുന്നത്. സമ്മതിച്ചില്ലെങ്കിൽ വീട്ടിൽ വെച്ച് പിടിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതുകൂടാതെ ഓടുന്ന വണ്ടിയിൽ നിന്ന് നീ പ്രതി ചാടിപ്പോയി, അപ്പോൾ വണ്ടിയിൽ നിന്ന് വീണ് അപകടം പറ്റിയതാന്നൊക്കെ പറയുമെന്നൊക്കെ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചവിട്ടി തള്ളി താഴെ ഇടുമെന്നൊക്കെ പറഞ്ഞു. മറിയൂരിലെ ചന്ദനമോഷണം, പ്രതികളെ പിടികൂടൽ, ലോക്കപ്പ് മർദ്ദനം, ഇതിനെല്ലാം പിന്നിൽ എന്താണ് നടക്കുന്നത്? നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കും ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുകൂടി പരിശോധിക്കാം. ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട് മറയൂരിൽ വനംവകുപ്പ് കുറേയധികം ചെറുപ്പക്കാർ കേസിൽ പ്രതികളായി എന്നതിൻ്റെ പേരിൽ അവരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയതായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ പീഡനം നടത്തി എന്ന നിലയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്തരം വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങളവരെ കണ്ട് സംസാരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രദേശത്തെ ചന്ദനമോഷണം യാതൊരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. പക്ഷേ മോഷ്ടാക്കൾക്ക് അവർ ചെയ്ത കുറ്റത്തിനാവശ്യമായ ശിക്ഷ നടപ്പാക്കേണ്ടത് കോടതിയാണ്. അതിന് പകരം ഇവിടെ വനംവകുപ്പ് തന്നെ അവരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതായി, മനുഷ്യത്വരഹിതമായ നിലയിലുള്ള ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതായ വാർത്തകളാണ് വരുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഞങ്ങളിൽ വ്യാപകമായ ചന്ദനമോഷണം നടക്കുന്ന സമയത്തും യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് പകരം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അവർ ആളുകളെ പ്രതിയായി പിടിക്കുകയും അവരെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയും തുടർന്ന് അവർക്ക് സംശയമുള്ള ആളുകളെ ഈ പിടിക്കപ്പെട്ട ആളുടെ മൊഴി ചേർത്ത് അവരുടെ ഒരു പ്രതിപട്ടിക തയ്യാറാണ്. പിന്നീട് മറ്റെവിടെയെങ്കിലും ഒരു മോഷണം നടന്നാൽ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ പൊതുപ്രവർത്തകരോ മറ്റ് ജനപ്രതിനിധികളോ പോയി അന്വേഷിച്ചാൽ അവരെ ഇപ്പോൾ നിലവിൽ പഴയ കേസിൻ്റെ പേരിലാണ് പിടിക്കപ്പെട്ടതെന്ന് പറയുകയും തുടർന്ന് നടന്നിട്ടുള്ള ഒഫൻസ് അല്ലെങ്കിൽ നടന്നിട്ടുള്ള മോഷണം ഇവരുടെ തലയിൽ തന്നെ കെട്ടിവെക്കുകയും ചെയ്യുന്ന ചില രീതികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനെതിരായി കർശനമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളത് CPIM ആണ്. ചന്ദനം മോഷ്ടിച്ചു എന്ന് സംശയിക്കുന്നവരെ മാത്രമല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി പീഡിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് സംശയമുള്ളവരുടെ ബന്ധുക്കളെയും ഭാര്യമാരെ പോലും വെറുതെ വിടുന്നില്ല എന്ന ആരോപണം കൂടി പിടികൂടപ്പെട്ടവർ, ഇരകളാക്കപ്പെട്ടവർ തുറന്നു പറയുന്നു. കൂടവയിൽ താമസിക്കുന്ന ഒരു മുകേഷ് എന്നൊരു പയ്യനെ ഫോറസ്റ്റ് രാത്രി 1 മണിക്ക് വന്ന് വീട്ടിൽ കയറി പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് രാത്രി ഫോൺ വിളിച്ചു. അപ്പോൾ എനിക്ക് ഏരിയ സെക്രട്ടറി വിളിച്ചാൽ നിങ്ങൾ സംഭവം അന്വേഷിക്കണമെന്ന് പറഞ്ഞു.
ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ അടുത്താണ് ഫോറസ്റ്റ് സ്റ്റേഷൻ, നാച്ചുറൽ സ്റ്റേഷൻ. അവിടെ ഒരു 1-1:30 ആകുമ്പോൾ അവിടെ ചെന്നപ്പം ഈ മുകേഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ അകത്ത് പിടിച്ച് വെച്ചിരിക്കുക. അവരുടെ അച്ഛനെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകേഷ് എന്ന് പറഞ്ഞാൽ സെല്ലിനകത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഈ മുകേഷ് എന്ന് പറയുന്ന പയ്യൻ ചന്ദന മാഫിയയിലായിട്ട് ഫോൺ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സംശയമുണ്ട്, അതുകൊണ്ടാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പം ഇല്ല, അച്ഛൻ ഞങ്ങൾ പയ്യനെ പിടിച്ചപ്പോൾ തന്നെ വണ്ടി കയറി ഇരുന്നതാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതല്ല, എന്നെ വലിച്ച് വണ്ടി കയറ്റിയാന്ന് പറഞ്ഞു. 2 വണ്ടിയിൽ, ഒരു വണ്ടിയിൽ മുകേഷിനെയും ഒരു വണ്ടിയിൽ മുകേഷിൻ്റെ അച്ഛനെയും കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു അച്ഛനെ കുഴപ്പമില്ല, നിങ്ങൾ അച്ഛനെ കൊണ്ടുപോയിക്കോ, എഴുതി വെച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ചുമ്മാ പിടിച്ചുകൊണ്ടുവന്ന ആളെ എന്തിനാ സാറേ എഴുതി വെച്ചിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അപ്പോൾ ഇല്ല, സഖാവിൻ്റെ യന്ത്രത്തിൽ എഴുതി വെച്ചിട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കെയർ എഴുതി കൊടുത്തിട്ട് ഈ മുകേഷിൻ്റെ അച്ഛനെ എൻ്റെ സ്കൂട്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ മുകേഷിൻ്റെ അച്ഛൻ പുറകെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലാണ് എൻ്റെ വണ്ടി കയറ്റി. ഫോറസ്റ്റ് സ്റ്റേഷനിൽ വെച്ച് ഒന്നും പറഞ്ഞില്ല, പുറത്ത് വന്നിട്ട് ഭയങ്കര കരച്ചിലാണ്. എന്താണ് കരയുന്നതെന്ന് ചോദിച്ചപ്പം എന്നെ വണ്ടിക്കകത്ത് കയറ്റി വെച്ചിട്ട് DFO എൻ്റെ വയറ്റിനകത്ത് ഇടിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ള പാട്ടൊന്ന് പാടിക്കാൻ ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം തല്ലിന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ രാവിലെ മരിക്കും, എനിക്ക് ഇനി ജീവിച്ചിരിക്കാൻ പറ്റില്ല, എന്നെ ഇങ്ങനെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി പറഞ്ഞപ്പം ആ സമയത്ത് അവിടെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ മുകേഷിനെ മകനെ പിടിച്ച് ഇവർ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചോദിച്ചില്ല. വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു പോയപ്പോൾ ഈ മുകേഷിൻ്റെ മാമൻ അവിടെ നിന്നിട്ട് ഈ അച്ഛൻ എന്തിനാ പിടിച്ച് തല്ലിയെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് അവിടെ ഫോറസ്റ്റുകാരായിട്ട് ഒരു വഴക്കുണ്ടായി. അങ്ങോട്ടും ഒരു വാക്കുതർക്കം ഉണ്ടായി. അന്നേരം DFO അവിടെ നിന്ന് വരിക. DFO വന്നിട്ട് ഇവിടെ എന്നാ ഭയങ്കര സീനാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര സ്പീഡിൽ ഇവിടെ നിങ്ങളൊക്കെ പിടിച്ച് എല്ലാവരും പിടിച്ച് അകത്താക്കും, ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയാതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് ഈ മനോജ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറലിൽ ഒരു പയ്യനെ പിടിച്ച് നേരത്തെ അകത്ത് വെച്ചിട്ടുണ്ട്. ആ പയ്യനെ കൊണ്ട് മൊഴി മേടിക്കുക DFO. ഞാനും രാജു എന്ന് പറയുന്ന നമ്മുടെ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ, ഞങ്ങൾ 2 പേരും കൂടിയാണ് അവിടെ പോയത്. ഞങ്ങൾ 2 പേരും കൂടി ബലം പ്രയോഗിച്ച് ഈ പ്രതികളെ ഇറക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് കള്ളമൊഴി മേടിച്ചിട്ട് ഞങ്ങളെ പ്രതികളാക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും തർക്കം ഉണ്ടായി പിന്നെ വന്നു. പിന്നെ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ പിടിച്ച് കേസിൽ പിടിച്ചേക്കുന്ന ആളുകൾ, കുറേ ആളുകൾ ആ കേസിൽ ബന്ധപ്പെടാത്ത ആളുകളാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ DFO വന്നു കഴിഞ്ഞിട്ടാണ് വ്യാപകമായിട്ട് ഇവിടെ ചന്ദ്രമോഷണം പോകുന്നു. അതുപോലെ ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ഒരു വാച്ചറെ പിടിച്ച് തല്ലിയ കേസായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു പരാതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ രാമകൃഷ്ണൻ ഇവിടെ ഉള്ള ചന്ദ്രമാഫിയയിലായിട്ട് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല നാട്ടുകാർക്ക് ഒരു സംശയമുണ്ട്. ഈ വ്യാപകമായിട്ട് ഇത്രയും ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളപ്പം വാച്ചർമാരും ഫോറസ്റ്റിൻ്റെ ആളുകളും വാഹനവും ഇത്രയും സെറ്റപ്പ് ഉണ്ടായിട്ടും വ്യാപകമായിട്ട് ചന്ദ്രമോഷണം പോകുന്നതിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആളുകളും ചന്ദ്രമാഫിയായിട്ട് ബന്ധം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് നമുക്കൊരു സംശയമുണ്ട്. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സമാന്തര സർക്കാർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റാരായിട്ട് ഒരു സർക്കാരായിട്ട് ഒരു ബന്ധമില്ല. ഇവർ ഒരു സമാന്തര സർക്കാർ, ഇവർക്ക് എന്ത് വേണമെങ്കിലും ആകാമെന്ന് പറഞ്ഞുള്ള ഒരു പൊതു ധാരണയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പം മറ്റ് സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഈ CC ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ഈ അവരുടെ മുറികൾ മാത്രം ഈ CC ക്യാമറ ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ്. ഇവർക്ക് ആ നിരവരാലെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആ സെല്ലിനകത്ത് എന്ത് വേണമെങ്കിലും കാണിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യും. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്ര വലിയ കേസിൽ പ്രതിയായാലും അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പോലീസിന് ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയാണ് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ നേരെ മറിച്ച് ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇവർക്ക് തൊണ്ടി വേണ്ട, ഒരു സാക്ഷി വേണ്ട, ഒന്നും വേണ്ട. 11 ചന്ദ്രമറ മോഷണം പോയപ്പോൾ ഇവർ അതിനകത്തിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറേ ആളുകളെ പിടിച്ച് കള്ളക്കേസിൽ കുടിക്കുന്നതല്ലാതെ നിരപരാധിയായിട്ട് കുറ്റക്കാരായ ചന്ദ്രമോഷണങ്ങളെ ഇതെല്ലാം കൊച്ചു പയ്യന്മാർ, ഇവർക്ക് വലിയ ഇങ്ങനെയുള്ള സംവിധാനം ഒന്നും ഇവിടെ ഇല്ല. ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകർ വർഷങ്ങളായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 11 ചന്ദ്രമരം പോയതായിട്ട് ബന്ധപ്പെട്ട് വലിയ മാഫിയ, ചന്ദ്രമാഫിയ, അവരെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോറസ്റ്റിന് കഴിഞ്ഞിട്ടില്ല, DFO കഴിഞ്ഞിട്ടില്ല. അതിന് പകരം കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട്, ചെറുപ്പക്കാരായിട്ട് ആളുകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് കള്ളക്കേസ്, അവർക്ക് നേരത്തെ എന്തെങ്കിലും കേസ് കാണും, അതിൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് കള്ളക്കേസിൽ കൊടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഈ ഫോറസ്റ്റിനകത്ത് തന്നെ 2 വിംഗായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ. ഇത്തിരി വലിയ കേസ് ഇതിനു മുമ്പ് വ്യാപകമായിട്ട് ചന്ദ്രൻ പോയ 2000 ഏറ്റവും കൂടുതൽ ചന്ദ്രൻ പോയത് 2000-ലാണ്. ആ സമയത്ത് 30-35 മരങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ LDF സർക്കാരാണ് ഈ വനസംരക്ഷണ സമിതി കൊണ്ടുവന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ചന്ദ്രമോഷണം പൂർണ്ണമായിട്ട് നിന്നുപോയത്. നാട്ടുകാരുടെ സഹകരണം കൊണ്ട്, ഇപ്പോഴും നാട്ടുകാരുടെ സഹകരണം കൊണ്ടാണ് ഇത്രയും ചന്ദ്രൻ നിൽക്കുന്നത്, അല്ലാതെ ഫോറസ്റ്റുകാരുടെ മിടുക്കൊണ്ടല്ല. ഒത്തിരി മോശമായിട്ടുള്ള അവരുടെ സമീപനം. എന്തെങ്കിലും കേസായിട്ട് ബന്ധപ്പെട്ട് അവർ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ തയ്യാറാത്തല്ല, അവരെ കൂടി കേസിലെടുത്ത് പ്രതിയിലാക്കാൻ വേണ്ടിയല്ല അവർ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ പോയി അവർ ചോദിക്കാൻ പോയാൽ എൻ്റെ പേരിൽ നിന്നെ പിടിച്ച് അകത്താക്കും എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. അതാണ് പൊതു ധാരണ ഇവിടെ.
ഒത്തിരി മോശമായിട്ടുള്ള അവരുടെ സമീപനം. എന്തെങ്കിലും കേസായിട്ട് ബന്ധപ്പെട്ട് അവർ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ തയ്യാറാത്തല്ല, അവരെ കൂടി കേസിലെടുത്ത് പ്രതിയിലാക്കാൻ വേണ്ടിയല്ല അവർ ശ്രമിക്കുന്നത്. അതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ പോയി അവർ ചോദിക്കാൻ പോയാൽ എൻ്റെ പേരിൽ എന്നെ പിടിച്ച് അകത്താക്കും എന്ന് പറഞ്ഞ് ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. അതാണ് പൊതു ധാരണ ഇവിടെ. ഈ കസ്റ്റഡി മർദ്ദനമേറ്റ ആളുകളെ അല്ലെങ്കിൽ പ്രതികളായി പിടിക്കപ്പെട്ട ആ ആളുകളെ ആരെങ്കിലും സഹാവ് നേരിട്ട് കാണുക, അവരോട് വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ഒരു ശിവ എന്ന് പറഞ്ഞ ഒരു പയ്യൻ, പിന്നെ ഒരു മനോജ്, അവർ രണ്ടുപേരുടെ അന്വേഷിച്ചു. എന്താ അവർ പറഞ്ഞത്? അവർ കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് അവരെ ഈ മരം ഞങ്ങളാണ് കൊണ്ടുപോയി സമ്മതിപ്പിച്ച്, നീ സമ്മതിക്കണം അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞ് അവന്മാർ ഒരുപാട് ഉപദ്രവിച്ചു. മുളക് പൊടിയൊക്കെ മറ്റേ ഫാൻഡ് പൊക്കിയിട്ട് അതിനകത്ത് മുളക് പൊടി ഇട്ടു. ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്ന പറഞ്ഞു. ഒരു പയ്യനൊക്കെ കുറച്ച് നാളെ ജീവിച്ചിരിക്കുള്ളൂ, ഞാൻ ഇനി കുറച്ച് ദിവസമേ ജീവിച്ചിരിക്കുള്ളൂ, അതുപോലെ എന്നെ തല്ലിയെന്നാണ് പറഞ്ഞു. കസ്റ്റഡിയിൽ മേടിച്ചിട്ട് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി സെല്ലിനകത്ത് കൊണ്ടിട്ട് ജയിലിൽ കൊണ്ട് ഇട്ടിട്ട് കസ്റ്റഡിയിൽ മേടിച്ച് കൊണ്ടുവന്ന പ്രതികളെ തല്ലി, മാരകമായിട്ട് തല്ലിയെന്നാണ് പറഞ്ഞു. ഒരു പയ്യൻ അങ്ങ് ശിവ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം ജീവിക്കുള്ളൂ എന്നാ പറഞ്ഞത്. അത്രയും ശല്യം ചെയ്തെന്നാ പറഞ്ഞത്. മോഷണം പോകുന്ന ചന്ദന മരങ്ങളുടെ അല്ലെങ്കിൽ ആ മോഷണവുമായി ബന്ധപ്പെട്ട കഥകൾ അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യങ്ങൾ ചൂഴ്ന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത്, മറയൂരിലെ ഉൾക്കാടുകളിൽ നിന്നല്ല ചന്ദനം മോഷണം പോകുന്നത്, മറിച്ച് വനംവകുപ്പിൻ്റെ 24 മണിക്കൂറും നിരീക്ഷണമുള്ള പ്രദേശത്തു നിന്ന് തന്നെയാണ് ചന്ദനം മോഷണം പോകുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് ജീവനക്കാരിൽ ഒരു വിഭാഗം അറിഞ്ഞ് മാത്രമേ മറയൂരിൽ നിന്നും ചന്ദനം പോകൂ എന്ന ഒരു നിഗമനത്തിലേക്കാണ് പ്രദേശവാസികളെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നത് നാച്ചുവൽ സാൻഡൽ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങൾ ഇവിടെയാണ് ഇന്ന് അവശേഷിക്കുന്നത്. അത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഒരു ദിവസം 2 ചന്ദനമരവും തൊട്ടടുത്ത ദിവസങ്ങളിൽ വീണ്ടും ചന്ദനമരം മോഷണം പോവുകയുണ്ടായി. അതെല്ലാം പോയത് നാച്ചുവൽ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ ഇവിടെ ഈ ദേശീയപാത ഓരത്ത് അന്തർ സംസ്ഥാന പാതയോരത്ത് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ റോഡിൽ നിന്നും തൊട്ട് ചേർന്ന് നിൽക്കുന്ന ചന്ദനമരങ്ങളാണ്. ഇതുപോലെ മുള്ളുവേലികൾ തീർത്തിട്ടുള്ള ചന്ദനമരങ്ങളാണ് ഇവിടെ നിന്നും മോഷണം പോയിട്ടുള്ളത്. അതും രാത്രി 8 മണിയോട് അടുത്ത ഒരു സമയത്ത്, അതായത് വനം വകുപ്പിൻ്റെ സമ്പൂർണ്ണ നിരീക്ഷണമുള്ള സമയത്ത് തന്നെയാണ് ചന്ദനമരങ്ങളെല്ലാം തന്നെ മോഷണം പോയത്. ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ ജീവനക്കാരിൽ ഒരു വിഭാഗം ചന്ദന മോഷ്ടാക്കൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ജീവനക്കാരിൽ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ ഉയർന്ന ഉദ്യോഗസ്ഥർക്കില്ല, അല്ലെങ്കിൽ DFO അടക്കം റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾക്കില്ല എന്ന വസ്തുത കൂടി യിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ചന്ദനമോഷണത്തിൻ്റെ അടുത്തിടെ ഉണ്ടായ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ. അതായത് പുതിയ DFO ഇപ്പോൾ ഈ കേസുകളിൽ വിവാദ പുരുഷനായിരിക്കുന്ന പുതിയ DFO വന്നതിന് ശേഷം തുടർച്ചയായി ചന്ദനമരങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചന്ദനമരം മോഷ്ടിക്കപ്പെടുന്നത്? ഇതിലേക്കൊക്കെ പരിശോധന നടത്തേണ്ട, അല്ലെങ്കിൽ ഇതൊക്കെ ചൂഴ്ന്ന് പരിശോധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമോ ആണ് ഉണ്ടായത്. 2000-ൽ ഇവിടെ മറയൂർ ചന്ദനക്കാടിൽ എപ്രകാരം ചന്ദന മോഷണം നടന്നു, ആ ഒരവസ്ഥയിലേക്ക് വീണ്ടും മറയൂരിലെ ചന്ദനക്കാടുകൾ ചന്ദന കൊള്ളക്കാരുടെ മഴുവിന് ഇരയാകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിലേക്കുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മറയൂരിലെ പൊതുപ്രവർത്തകരിൽ ഉണ്ട്. ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഈ ചന്ദനമരം മോഷണം പോയത്. അതായത് നാച്ചുവലിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ 200 മീറ്ററിൻ്റെ ചുറ്റളവിൽ നിന്നാണ് 2 മോഷണം നടന്നത്. മറ്റു മോഷണം നടന്നത് ഒരു 500-ൽ താഴെ മീറ്ററിനടുത്താണ് മറ്റു മോഷണങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ആളുകൾ ഉള്ള വാച്ചേഴ്സ് ഉള്ള ഒരു പ്രദേശത്ത് നിന്ന് മോഷണം പോയിട്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ആ പ്രതികളെ കൃത്യമായി പിടിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ മോഷണം നടക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻ ഇവർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമെല്ലാം എൻ്റെ മുമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ചില കാര്യമുണ്ട്. 20 വർഷമായി മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒറ്റ ഡിവിഷനിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡുണ്ട്, അല്ലെങ്കിൽ ഫോറസ്റ്ററുണ്ട്. അയാളെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് രാമകൃഷ്ണൻ എന്നാണ് പേര്. അദ്ദേഹം RRT ടീമിൻ്റെ ക്യാപ്റ്റനാണ്. ഈ RRT ടീം എന്ന് പറഞ്ഞാൽ അവർക്ക് നിലവിൽ ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ചന്ദനമരത്തിൻ്റെ പ്രൊട്ടക്ഷൻ ചുമതലയില്ല. പ്രിക്കോഷൻ നടപടികളും
നടക്കുന്ന ഒഫൻസിൻ്റെ അന്വേഷണമാണ് ഇവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ RRT ടീമിന് 20 വർഷമായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് ലീഡ് എത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം പ്രധാനമാണ്. മറ്റൊന്ന്, ഈ ചന്ദനമോഷണം എന്ന് പറയുന്നത് പുതിയ DFO വന്ന് ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ മോഷണങ്ങളുടെ ഒരു പരമ്പര തുടങ്ങുന്നത്. അപ്പോൾ ഈ നിലവിലെ RRT ടീം എന്ന് പറയുന്നതാണ് ഈ മറയൂർ കാന്തല്ലൂർ പ്രദേശത്തിലെ മുഴുവൻ ഓഫൻസുകളുടെയും യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവരാണെന്നാണ് അവരുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ RRT ടീമിന് കഴിഞ്ഞില്ല എന്ന ചോദ്യം പ്രധാനമാണ്. അല്ലെങ്കിൽ അവരെക്കുറിച്ച് യഥാർത്ഥമായ ലീഡ് എന്തുകൊണ്ട് പുതിയ DFOയ്ക്ക് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ DFOയെ മോശപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ചേരിതിരിവ് ഈ വനംവകുപ്പിൻ്റെ അകത്തുണ്ടോ? ഈ ഇത്തരം മോഷണം ഇദ്ദേഹം വന്ന് ചാർജ് എടുത്ത ഉടനെ വ്യാപകമായ മോഷണം നടക്കുന്നതിൻ്റെ അകത്ത് അത്തരം ഒരു ചേരിതിരിവിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നും കൂടി സംശയിക്കാവുന്നതാണ്. മറയൂരിലെ നാച്ചുവൽ റിസർവിൽ നിന്നും ചന്ദനം മോഷണം പോയ നാച്ചുവൽ റിസർവിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുകളിൽ കാണുന്നതാണ് റോഡ്. ഈ റോഡിൽ നിന്നും ഈ കമ്പി വേലികൾ ഭേദിച്ച് അവിടെ വനംവകുപ്പിൻ്റെ ഒരു ഗേറ്റ് ഉണ്ട്. അത് 24 മണിക്കൂറും ലോക്ക് ചെയ്തിടുന്ന ഗേറ്റാണ്. തൊട്ട് താഴെ അവിടെയായിട്ട് കാവൽ മാടമുണ്ട്. അവിടെ വാച്ചർമാർ ഉണ്ടാവും, സദാസമയം വാച്ചർമാരുണ്ടാവും. അപ്പോൾ ഈ വാച്ചർമാരുടെയും അതോടൊപ്പം തന്നെ ഈ വലിയ വേലികളും ഭേദിച്ചാണ് ചന്ദനക്കടത്തുകാർ ഇവിടെ വന്ന്, നമുക്ക് പറയുകയാണെങ്കിൽ വളരെ സാഹസികമായിട്ട് വന്ന് ഈ ചന്ദനമരം ഇവിടുന്ന് മോഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാം, ഇത് ഇവിടെ ഒരു വലിയൊരു ചന്ദനമരം ഇവിടുന്ന് മുറിച്ച് കടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി കാണാം. അതായത് ഇവിടെ ഒരു ചന്ദനമരം ഒരു ദിവസം തന്നെ രണ്ട് ചന്ദനമരവും ഒരുമിച്ചാണ് മോഷണം പോയിട്ടുള്ളത്. ഒരേ ദിവസം തന്നെയാണ് മോഷണം പോയിട്ടുള്ളത്. ഇത് മറ്റൊരു ചന്ദനമരം. ഇവിടെ ഒരു പ്രത്യേകത കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറേ കാട്, ഈ കൊങ്ങണി പോലുള്ള പാഴ്ചെടികൾ മുളച്ച് നിൽക്കുന്നത് റോഡിൽ നിന്നുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ വനപാലകർക്കോ മറ്റുള്ളവർക്കോ കിട്ടാതെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുടെ ഒരു പ്രദേശത്ത് ചന്ദനമുണ്ടെന്ന് അറിയാവുന്ന ഒരാളായിരിക്കാം ഇത് മുറിച്ച് കിടത്താൻ അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ പെട്ടെന്നൊരു നോട്ടം കിട്ടില്ല. കാരണം അവിടെ നിന്ന് വളവ് വരുന്നു, മറ്റു മരങ്ങൾ കൊണ്ട് ഇവിടെ ദൃശ്യം ഇല്ലാതായിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഒന്ന്, ഈ വനംവകുപ്പിൻ്റെ വലിയൊരു ഇരുമ്പ് ഗേറ്റും ഇരുമ്പ് അഴികളും കടന്ന് അതോടൊപ്പം തന്നെ വനംവകുപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ, അതായത് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന്, ഇത് ചന്ദനമരത്തിൻ്റെ കുറ്റിയാണെങ്കിൽ ഏകദേശം ഒരു 100 മീറ്റർ അകലത്തിൽ വാച്ച് ടവറുണ്ട്. അവിടെ വാച്ച്മാൻ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് കാണത്തക്ക രീതിയിലുള്ള ഒരു പ്രദേശം നിന്നാണ് ചന്ദനം മുറിച്ച് കിടത്തുന്നത്. അപ്പോൾ ശരിക്ക് എന്താ പറയുക, ഒരു ആസൂത്രിത ചന്ദനക്കടത്തിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. ഉൾക്കാട്ടിൽ നിന്നല്ല ചന്ദനം മുറിച്ച് കടത്തിയിട്ടുള്ളത്. എന്തായാലും മറയൂരിലെ ചന്ദനക്കാടുകൾ സംരക്ഷിക്കേണ്ടതാണ്, ഇവിടുത്തെ വനം സംരക്ഷിക്കേണ്ടതാണ്. അതിന് നിതാന്ത ജാഗ്രത പുലർത്തുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. മറയൂരിൽ ഏതാണ്ട് 93 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ചന്ദനം മരങ്ങൾ, ആ ചന്ദന മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ ജാഗ്രതയോടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ, അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ വിന്യാസം നിലനിൽക്കുന്നിടത്താണ് ഈ മരങ്ങൾ, ചന്ദന മരങ്ങൾ 2 എണ്ണം മോഷ്ടിക്കപ്പെട്ടതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മോഷ്ടിക്കപ്പെട്ട ചന്ദന മരങ്ങളുടെ 50 മീറ്റർ അകലെ വീതം 4 ചെക്ക് പോസ്റ്റുകൾ, 4 സെർച്ച് പോസ്റ്റുകൾ, അവിടെ 2 ഉദ്യോഗസ്ഥന്മാർ വീതം, അതായത് 8 ഉദ്യോഗസ്ഥന്മാർ രാത്രിയിലും 4 ഉദ്യോഗസ്ഥന്മാർ 4 പോസ്റ്റുകളിലായി പകലും അവിടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു 50 മീറ്ററിന് ഇടയിൽ നിന്ന് 2 ചന്ദന മരങ്ങൾ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് കേസ്. ഈ ചന്ദന മരങ്ങളുടെ അടുക്കിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 12 അടിയോളം ഉയരമുള്ള മുള്ളുവേലി അടക്കം ഉള്ള വൻ വേലിക്കെട്ടുകൾ താണ്ടി വേണം ഇവിടെ ചെല്ലാനും ഈ മരങ്ങൾ മുറിക്കാനും. അങ്ങനെ മരങ്ങൾ മുറിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം ഈ ഉദ്യോഗസ്ഥന്മാർ അറിയാതെ മുറിക്കാൻ കഴിയുമെന്ന് സുബോധമുള്ള ആർക്കും ചിന്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ മരങ്ങൾ മുറിച്ചത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി
മറയൂരിലെ 6 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുപോയി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ കൊണ്ടുപോകാതെ DFOയുടെ ഓഫീസിൽ കൊണ്ടുപോയി ക്രൂരമായി രാത്രിയും പകലുമില്ലാതെ മർദ്ദിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇത് ഉദ്യോഗസ്ഥന്മാരറിയാതെ ഏതായാലും ഈ മരങ്ങൾ മോഷ്ടിക്കപ്പെടുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഇങ്ങനെ ഏതെങ്കിലും സംശയത്തിന്റെ പേരിൽ പിടിച്ച് കൊണ്ടുപോകുന്ന യുവാക്കളെ ഈ രീതിയിൽ ക്രൂരമായി മർദ്ദിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള അധികാരം ആരാണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത് എന്നുള്ള കാര്യമാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇവരെ കൃത്യമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാതെ, വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കാതെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമാവില്ല. മറയൂരിലെ ചന്ദനക്കാടുകൾ സംരക്ഷിക്കപ്പെടണം. അക്കാര്യത്തിൽ 2 പക്ഷമില്ല. എന്നാൽ വേലി തന്നെ വിളവ് തിന്നുന്നതായി ആരോപണം ഉയർന്നു നിൽക്കുമ്പോൾ 18ാം നൂറ്റാണ്ടിലെ തെളിവ് ശേഖരിക്കലും ക്രൂരമായ മർദ്ദനവും അംഗീകരിച്ച് നൽകുവാനാകില്ല. പ്രതി മോഷണം നടത്തിയെന്ന് അറിയാൻ എന്തെല്ലാം ശാസ്ത്രീയ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാൻ കഴിയും? എന്നാൽ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ അടുത്തിടെ മറയൂരിൽ നിന്നും മുറിച്ച് കടത്തപ്പെട്ട ചന്ദന മോഷണത്തിനു പിന്നിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പങ്ക് പകൽ പോലെ വ്യക്തമാണ്. വനം വകുപ്പ് ഇപ്പോൾ പിടികൂടിയ പ്രതികൾ ഈ കേസിൽ യഥാർത്ഥ കുറ്റക്കാർ എന്നിരുന്നാലും വനം വകുപ്പ് ജീവനക്കാരുടെ നേരിട്ടുള്ള പങ്കോ ഒത്താശയോ ഇല്ലാതെ ചന്ദനമരം മുറിക്കാൻ സാധ്യമല്ല. കടത്തപ്പെട്ട ചന്ദനമരത്തിന്റെ 50 മീറ്റർ ദൂരത്തിൽ 24 മണിക്കൂറും വനം വകുപ്പ് ജീവനക്കാർ കാവലുള്ള 4 വാച്ച് ടവറുകൾക്കിടയിൽ നിന്നും നാച്ചുവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഒരു വിളിപ്പാട് അകലെ നടന്ന ഈ ചന്ദനമോഷണം ഇവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല. ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ മോഷണ സമയത്ത് എവിടെയായിരുന്നു? ചന്ദനം മോഷ്ടിക്കാൻ കള്ളന്മാർ വരുന്നുണ്ട് എന്നറിഞ്ഞ് അവർ മുങ്ങിയതാണോ? അതോ ഉദ്യോഗസ്ഥർ തന്നെ സംഘം ചേർന്ന് ചന്ദനം മുറിച്ച് കടത്തിയതാണോ? അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളം എന്നല്ലാതെ എങ്ങനെ ഈ സംഭവത്തെ വിശേഷിപ്പിക്കും? ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള ചന്ദനമരങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ ഉൾക്കാടുകളിലെ സ്ഥിതി എന്താകും? മനോഹരമായ ലോകത്തിലെ ഏറ്റവും ഗുണനിലവാരമുള്ള മറയൂരിലെ ചന്ദനക്കാടുകൾ, അത് ഈ ഭാരതത്തിൻ്റെ തന്നെ സ്വത്താണ്. അത് സംരക്ഷിക്കപ്പെടണം. അത് യഥാവിധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ കാര്യക്ഷമമായ ഉദ്യോഗസ്ഥ വൃന്ദം ഇവിടെ ഉണ്ടാകണം. നേര് ഈ ലക്കം പരിശോധിച്ചത് 3 വിഷയങ്ങളാണ്. മറയൂരിലെ ചന്ദനക്കാടിൽ ആ കാടുകൾ സംരക്ഷിക്കാൻ യഥാർത്ഥത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നുണ്ടോ? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിച്ച് അവനെ പ്രതിയാക്കുക, അവനെ ക്രൂരമായി മർദ്ദിക്കുക. ഇത് വനം വകുപ്പിന് എതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നാണ്. മറ്റൊരു കാര്യം, കാലങ്ങളായി ചന്ദനക്കൊള്ളയ്ക്ക് അറുതി വരുത്തിയിരുന്ന ഒരു നാട്ടിൽ ഒരു പുതിയ DFO ചാർജ് എടുത്തപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദനമരങ്ങൾ ഇത്രയധികം മോഷണം പോകുന്നത്? ഇതും നാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ 1-2 മാസത്തിനിടെ 11ഓളം ചന്ദനമരങ്ങൾ മോഷണം പോയതായിട്ടാണ് കണക്ക്. അതെല്ലാം തന്നെ വനമേഖലയ്ക്ക് ഉള്ളിൽ നിന്നല്ല, മറിച്ച് അന്തർ സംസ്ഥാന പാതയോട് ചേർന്നുള്ള മറയൂരിലെ ഏറ്റവും കൂടുതൽ ചന്ദനമരങ്ങളുള്ള നാച്ചുവയൽ പ്രദേശത്ത് നിന്ന് തന്നെയാണ്. മറയൂരിൽ ചന്ദനക്കാടുകൾ ഉണ്ട് എന്നതുകൊണ്ടും ചന്ദനം മോഷണം പോകുന്നുണ്ട് എന്നതുകൊണ്ടും മറയൂരിലെ യുവാക്കളെ ചന്ദനക്കൊള്ളക്കാർ എന്ന് മുദ്രകുത്തി പിടികൂടി മർദ്ദിക്കുന്നതും 3ാം മുറ പ്രയോഗിക്കുന്നതും ശരിയല്ല. യഥാർത്ഥ കള്ളന്മാരെ പിടികൂടുകയാണ്
വേണ്ടത്. ചന്ദനമോഷണ കേസുകളിൽ പിടികൂടപ്പെട്ട പ്രതികളെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ സ്വാഭാവിക പ്രതിഷേധം ഉയർന്നു വരിക സാധാരണമാണ്. എന്നാൽ മറിയൂരിൽ നിന്നും യഥാർത്ഥത്തിൽ ചന്ദനം മോഷ്ടിച്ചവർക്ക് ഈ റിപ്പോർട്ട് ഒരു ആനുകൂല്യമായി കരുതരുത്. തീർച്ചയായും അത് തെറ്റാണ്. യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ശിക്ഷിക്കപ്പെടുകയും തന്നെ വേണം. അങ്ങനെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് മറിയൂരിലെ വനം വകുപ്പിൽ ഒരു ശുദ്ധി കലശം ആവശ്യമാണ്. അങ്ങനെ ശുദ്ധി കലശം നടക്കുന്നില്ലെങ്കിൽ മറിയൂരിൽ നിന്നും ഇനിയും ചന്ദനമരങ്ങൾ മുറിച്ച് കടത്തപ്പെടും. അകത്തുള്ള ചെറുതും വലുതുമായ മോഷ്ടാക്കളെ ഒഴിവാക്കി ശുദ്ധികലശം വരുത്തിയാൽ മറിയൂരിലെ ചന്ദനക്കാടുകളിലേക്ക് ആരും ഇനിയും ഊളിയിട്ട് കയറുകയില്ല. നേരിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഈ പന്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ മറ്റൊരു വിഷയവുമായി കാണും വരെ നമസ്കാരം.